കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നയങ്ങളിൽ നിന്ന് വ്യക്തിഹത്യയിലേക്ക് തരംതാഴുന്ന കാഴ്ചയാണ് ആലപ്പുഴയിലെ കായംകുളം മണ്ഡലത്തിൽ ദൃശ്യമായത്. LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ യു പ്രതിഭയ്ക്കെതിരെ UDF പ്രാദേശിക നേതാവ് നടത്തിയ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശം കേവലം ഒരു പ്രാദേശിക വിവാദമല്ല, മറിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ തന്നെ ഏറ്റ കറുത്ത പാടായി മാറിയിരിക്കുന്നു. കായംകുളം നിയോജക മണ്ഡലം UDF കൺവെൻഷനിൽ പ്രസംഗിക്കവെയാണ് മുസ്ലിം ലീഗ് നേതാവും UDF മണ്ഡലം കൺവീനറുമായ ഇർഷാദ് വിവാദ പ്രസ്താവന നടത്തിയത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നതിന് പകരം MLA-യുടെ വ്യക്തിത്വത്തെയും ശരീരത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ശരീര അഴക് വിൽപ്പനച്ചരക്കാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എന്നായിരുന്നു ഇർഷാദിന്റെ പ്രധാന ആക്ഷേപം. കൂടാതെ MLA-യുടെ വാക്ചാരുതയും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും MLA പറഞ്ഞു. ഒരു ജനപ്രതിനിധിയെ, അതിലുപരി ഒരു സ്ത്രീയെ പൊതുവേദിയിൽ ഇത്രത്തോളം തരംതാഴ്ന്ന രീതിയിൽ അധിക്ഷേപിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴി തുറന്നു. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ചയായി. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഇടപെട്ടു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് വിലയിരുത്തിയ കമ്മീഷൻ അടിയന്തര നടപടിക്ക് ഉത്തരവിട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 1 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി വേണമെന്ന് കമ്മീഷൻ ഓർമ്മിപ്പിച്ചു. ഒരു ജനപ്രതിനിധിയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇത്തരം പ്രചാരണങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു. വിവാദം കൊഴുത്തതോടെ UDF നേതൃത്വം പ്രതിരോധത്തിലായി. മതേതരത്വവും സ്ത്രീ സുരക്ഷയും ഉയർത്തിപ്പിടിക്കുന്ന മുന്നണിക്ക് സ്വന്തം നേതാവിന്റെ വാക്കുകൾ വലിയ തിരിച്ചടിയായി. ഇതേ തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി ഇർഷാദിനെതിരെ കടുത്ത നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. കായംകുളത്തെ UDF സ്ഥാനാർത്ഥി M. ലിജുവും ഇർഷാദിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തി. ഇത്തരമൊരു പരാമർശം ഒട്ടും ശരിയല്ലെന്നും മുന്നണിക്ക് വേണ്ടി താൻ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ലിജു വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് വേളയിൽ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഉണ്ടാകാനിടയുള്ള അമർഷം തണുപ്പിക്കാനായിരുന്നു സ്ഥാനാർത്ഥിയുടെ ഈ നീക്കം. തനിക്കെതിരെയുള്ള അധിക്ഷേപത്തിൽ അങ്ങേയറ്റം വേദനയോടെയാണ് യു പ്രതിഭ പ്രതികരിച്ചത്. പരാമർശം കേട്ടപ്പോൾ ആദ്യം ഞെട്ടിപ്പോയി, ഇപ്പോഴും വേദന മാറുന്നില്ല എന്ന് അവർ പറഞ്ഞു. ഇർഷാദിന്റെ ഖേദപ്രകടനം അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. ഒരു സോറി കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല തന്റെ അന്തസ്സറ്റ മുറിവെന്ന് അവർ ഓർമ്മിപ്പിച്ചു. സംഭവത്തിൽ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഔദ്യോഗികമായി പരാതി നൽകിയ MLA നിയമ പോരാട്ടം തുടരുമെന്നും വ്യക്തമാക്കി. കായംകുളത്തെ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ആഴത്തിലുള്ള സ്ത്രീവിരുദ്ധതയിലേക്കാണ്. രാഷ്ട്രീയമായി നേരിടാൻ കരുത്തില്ലാത്തവർ സ്ത്രീകളുടെ ശരീരത്തെയും സ്വഭാവത്തെയും ലക്ഷ്യം വെക്കുന്നത് ഒരു സ്ഥിരം തന്ത്രമായി മാറുന്നു. ഈ വിവാദം കായംകുളം മണ്ഡലത്തിലെ വോട്ടെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് നിർണായകമാണ്. മണ്ഡലത്തിലെ വലിയൊരു വിഭാഗം സ്ത്രീ വോട്ടർമാർക്കിടയിൽ ഈ ആക്ഷേപം UDF-നോടുള്ള എതിർപ്പിന് കാരണമായേക്കാം. വ്യക്തിഹത്യക്കിരയായ സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു പ്രതിഭയ്ക്ക് അനുകൂലമായൊരു സഹതാപ തരംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ മുറിവേൽപ്പിക്കുന്നത് പോലെ മറ്റൊന്നും ചെയ്യില്ല. രാഷ്ട്രീയ പോരാട്ടം ആശയങ്ങളും വികസന നയങ്ങളും തമ്മിലാവണം. ഒരു വ്യക്തിയുടെ ശരീരത്തെയോ സ്വകാര്യതയെയോ ആയുധമാക്കി വിജയിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യത്തിന്റെ പരാജയമാണ്. കായംകുളത്തെ ഈ സംഭവം വരുംകാലത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കുമുള്ള ഒരു പാഠമാണ്. സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഒരു പോരാട്ടവും ജയിക്കാനാവില്ല.